മികച്ച പാപ്പാന്മാർ ചുമതലയേറ്റാൽ എത്ര വഴക്കുള്ള ആനകളും മിടുക്കന്മാരാകുമെന്നതിനുള്ള ഉദാഹരണമാണ് പാറശാല ശിവശങ്കരൻ എന്ന കൊമ്പനും അവന്റെ പാപ്പാന്മാരായ മനോജും ബാലാജിയും തമ്മിലുള്ള പുതിയ കൂട്ടുകെട്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പാറശാല ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ ആനയായ പാറശാല ശിവശങ്കരൻ വളരെ ചെറുപ്രായത്തിൽ ക്ഷേത്രത്തിലെത്തപ്പെട്ട കൊമ്പനാണ്. നേരത്തെ ആനയുണ്ടായിരുന്ന ഈ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഒരു ഭക്തനാണ് വർഷങ്ങൾക്ക് മുൻപ് ആനയെ വാങ്ങി ക്ഷേത്രത്തിലേക്ക് നടക്കിരുത്തിയത്. അരുണാചൽ പ്രദേശിലെ ടിൻസൂക്കിയ വനമേഖലയിൽ നാട്ടിലെ ഒരു പിടിയാനയ്ക്ക് ജനിച്ച ആനക്കുട്ടിയാണ് ശിവശങ്കരൻ. കൊമ്പ് മുളച്ചു തുടങ്ങുന്ന കാലത്ത് മലയാള മണ്ണിലേക്ക് പറിച്ചു നട്ട ആനക്കുരുന്ന് 1-2 കൈമാറ്റങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരത്തെ പാറശാല ശിവക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ക്ഷേത്രത്തിലെത്തുന്നതിന് മുൻപ് 1-2 സിനിമകളിലും ഇവൻ മുഖം കാണിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഇവൻ എത്തിയ കാലം മുതൽക്ക് തന്നെ ചില്ലറ തലവേദനയൊന്നുമല്ല നാട്ടുകാർക്ക് ഇവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്രവചനീയ സ്വഭാവമുള്ള ശിവശങ്കരന് ശരീരം വളരുന്നതിനോടൊപ്പം തന്നെ അവന്റെ അക്രമ സ്വഭാവം കൂടി വന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പാപ്പാനായിരുന്ന പ്രദീപിന്റെ ചുമതലയിലുള്ള സമയത്താണ് ഒരിക്കൽ റോഡിൽ വച്ചിടഞ്ഞ് ആനപ്പുറത്തിരുന്ന മുരുകൻ എന്ന പാപ്പാനെ ഇവൻ കൊല ചെയ്തത്. പിന്നീടുള്ള കാലങ്ങളിൽ അധികമൊന്നും ശല്യമുണ്ടാക്കാതെ ക്ഷേത്രത്തിനുള്ളിൽ തളയ്ക്കപ്പെട്ടിരുന്ന കൊമ്പനെ അല്ലറച്ചില്ലറ ഉത്സവ പരിപാടികൾക്ക് മാത്രമായാണ് ഉപയോഗിച്ചിരുന്നത്. ഗജലക്ഷണങ്ങൾ നോക്കിയാൽ എല്ലാം സമാസമമാണ്. വർഷങ്ങൾക്കിപ്പുറം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വല്യാനയായ തൃക്കടവൂർ ശിവരാജുവിന്റെ പാപ്പാനായിരുന്ന മനോജാണ് ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. 2ാം പാപ്പാനായി ഈരാറ്റുപേട്ട അയ്യപ്പന്റെ പാപ്പാനായിരുന്ന ബാലാജിയുമുണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഈ ആനയിൽ മുൻപും ചുമതല ഉണ്ടായിരുന്നതിനാൽ ആനയുടെ ചിട്ടവട്ടങ്ങളെപ്പറ്റി നല്ല നിശ്ചയദാർഢ്യമുണ്ട്. ആനപ്പണിയിൽ ബാലാജിയുടെ ഗുരുവാണ് മനോജ്. മികച്ച ഈ 2 ആനപ്പാപ്പാന്മാരുടെ പരിചരണത്തിൽ ശിവശങ്കരൻ തന്റെ ഭൂതകാലത്തിലെ ചട്ടമ്പിത്തരമെല്ലാം മറന്ന് മിടുക്കനായി ഇപ്പോൾ ഉത്സവ പരിപാടികൾ എടുക്കുന്നു. ആനപ്പാപ്പാന്മാരെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന പരിപാടി കുറച്ചു കാലത്തെങ്കിലും മാറ്റിവച്ചാൽ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിടുക്കനായ ആനകളിൽ ഒരുവനാകും ശിവശങ്കരൻ എന്നതിൽ സംശയമില്ല.